പിന്നെ സ്ത്രീകൾ സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ ബാക്കിയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ആകുലരാകുന്നതുകൊണ്ട്. കാരണം വെച്ചാൽ അവർക്ക് മക്കളുടെ ജോലി, പഠനം, കല്യാണം, ഇതെല്ലാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭർത്താവിൻ്റെ ആരോഗ്യം, സ്വന്തം ആരോഗ്യത്തിനെക്കുറിച്ച് അവർ വളരെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ്. കാരണം വെച്ചാൽ അവർക്ക് ബാക്കിയുള്ളവരാണെല്ലാം. അപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ അയാളുടെ സ്റ്റെൻഡിട്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റെൻഡിട്ട് എല്ലാ സ്റ്റെൻഡിട്ട ആളുകളും പൂർണ്ണമായും മറ്റ് ഹൃദ്രോഗങ്ങളിൽ നിന്ന് മുക്തരല്ലല്ലോ. സന്തോഷം എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാനടക്കം കഴിക്കലാണ്, ഭക്ഷണം കഴിക്കലാണ്. കാരണം വെച്ചാൽ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷം എക്സസൈസ് ചെയ്യുമ്പോഴേ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇത് ഒരു ചെന്നിരുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആവും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്കാണ് എല്ലാവരുടെയും ശ്രമം. അപ്പോൾ അത് നേരത്തെ തിരിച്ചറിയാനുള്ളൊരു മനസ്സും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സംശയം പറയേണ്ട ആളുകളെടുത്ത് പറഞ്ഞ് നമ്മൾ ഒരു മുൻവിധിയോടുകൂടി ഒന്നിനെയും കാണാമല്ല. അങ്ങനെ പലപ്പോഴും പലരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ഈ ലോകത്തൊന്നും ഉണ്ടാവില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരു ഹോപ്പും ഇല്ലാന്ന് പലരും ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ ആ ഹോപ്പും ഇല്ലാന്ന് ആരും പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പം അത് ആ രീതിയിലല്ല നമ്മൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ എന്ന രോഗം അത് വ്യത്യസ്ത ആളുകളിൽ പുതിയ ഒരു സാഹചര്യത്തിൽ ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ പൂർണ്ണമായും അത് മാറുന്ന ഒരു സാധ്യത ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളുള്ളത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും ഇതിന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ഫവാസ് തന്നെയാണ്. ഫവാസ് ഡോക്ടർ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ക്യാൻസർ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറുകൾ ഏതൊക്കെയെന്ന് ഡോക്ടർ ഒന്ന് പറയുമോ? കോമൺ ആയിട്ട് ക്യാൻസർ കാണുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണുന്നത് സ്തനാർബുദമാണ്. അത് കഴിഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസർ, അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കാണുന്നത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള മുഖത്തിൻ്റെ ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയത്തിൻ്റെ ക്യാൻസർ. പിന്നെ ഓവറിയുടെയും കോളറക്ടൽ, അതായത് വൻകുടലിൻ്റെ ക്യാൻസറുമാണ്. ആണുങ്ങളിൽ ഇന്ത്യയിൽ ലങ് ക്യാൻസറും ഓറൽ തൊണ്ടയുടെയും വായുടെയും ക്യാൻസറുകളും ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളറക്ടൽ, അതായത് ആമാശയത്തിൻ്റെ ക്യാൻസറും വൻകുടലിൻ്റെ ക്യാൻസറുകളും ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാൻസർ ഇപ്പോഴും വരാൻ ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ ദുശീലങ്ങൾ തന്നെയാണ്. അതായത് പുരുഷന്മാരിൽ പുകവലി തന്നെയാണ് ലങ് ക്യാൻസറിനുള്ള ഒരു വലിയ കാരണം. അതേപോലെ തന്നെ തൊണ്ടയിലെയും വായിലെയും ക്യാൻസറിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ടൊബാക്കോ, വായിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി തന്നെയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻഫെക്ഷനുകൾ മൂലവും ക്യാൻസറുകൾ വരാം. അതിൽ ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടും വായിലെയും തൊണ്ടയിലെയും ക്യാൻസറിൻ്റെ 1% വരെ, കുറച്ച് ശതമാനം കൂടുതലല്ല, എന്നാലും അത് HPV വൈറസ് മൂലം ഉണ്ടാവാം. അതിനിപ്പോൾ നമുക്കിന്ന് വാക്സിൻ അവൈലബിൾ ആണ്. അതേപോലെ ലിവർ ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ നമുക്ക് വാക്സിൻ മുഖാന്തരം മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വരാതെ നോക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസറുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിങ് പ്രോട്ടോക്കോൾസ് ഒന്നും വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി വയബിളായിട്ടുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. ആയതിനാൽ തന്നെ നമ്മൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ലേറ്റ് സ്റ്റേജുകളിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസർ കാരണമുള്ള സർവൈവൽ, അതായത് ക്യാൻസർ കൊണ്ട് ഒരാൾ ജീവിക്കാനുള്ള സാധ്യത 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ജീവിക്കാനുള്ള സാധ്യതകൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. ഈവൻ കൈകൊണ്ട് തടവിയാൽ തന്നെ 2 സെൻറ്റിമീറ്റർ വരെയുള്ള ക്യാൻസറുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെങ്കിലും ഇത് വേദനയില്ലാത്തതായതുകൊണ്ടും പിന്നെ സ്ത്രീകൾ സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ ബാക്കിയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ആകുലരാകുന്നതുകൊണ്ട്. കാരണം വെച്ചാൽ അവർക്ക് മക്കളുടെ ജോലി, പഠനം, കല്യാണം, ഇതെല്ലാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭർത്താവിൻ്റെ ആരോഗ്യം, സ്വന്തം ആരോഗ്യത്തിനെക്കുറിച്ച് അവർ വളരെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ്. കാരണം വെച്ചാൽ അവർക്ക് ബാക്കിയുള്ളവരാണെല്ലാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഈ ഒരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ മുകളിലെ കല്യാണം, അത് കഴിഞ്ഞിട്ടേ ബാക്കി ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ അതുവഴി അത് സ്റ്റേജ് മാറുകയാണ്. അത് അവരറിയാത്തത് കൊണ്ടും അറിഞ്ഞാലും കൂടിയും ഇതിപ്പോൾ ക്യാൻസറാണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ള മടി കാരണവും പലപ്പോഴും നീട്ടി വയ്ക്കപ്പെടാറുണ്ട്.
അപ്പോൾ ഈ ഒരു പ്രവണത നമ്മൾ മാറ്റിയെടുക്കണം. തുടക്ക ദിശയിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് അസുഖം, ഇപ്പോൾ അറ്റാക്ക് ആണെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോവും. സ്ട്രോക്ക് ആണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു തളർച്ച വന്നു കഴിഞ്ഞാൽ എപ്പോൾ പോവും. അപ്പോൾ നാളെ കല്യാണമാണെന്ന് മറ്റൊന്നും ആലോചിക്കില്ല. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രശ്നം പെട്ടെന്ന് ഉണ്ടാക്കാത്തത് കൊണ്ടും അതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകുന്നത് കൊണ്ടും ആൾക്കാരത് നീക്കി വരണം. പക്ഷേ ഇന്ന് നമ്മുടെ ക്യാൻസറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്രായക്കാരിൽ പോലും അത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ താഴെ ഗ്യാസാണെന്ന് വിചാരിച്ച് തള്ളുന്ന പ്രശ്നങ്ങൾ വരെ ചിലപ്പോൾ ക്യാൻസറായി മാറാറുണ്ട്. പക്ഷേ അത് കുറവാണ്. എന്നാൽ കൂടെ എപ്പോഴും വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നമുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ പേടിയല്ല വേണ്ടത്, മുൻകരുതൽ മാത്രം. അപ്പോൾ ചില സമയത്ത് നമുക്ക് വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ IBS, അതായത് മനസ്സിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടുവരുന്ന വയറിലുണ്ടാകുന്ന ചേഞ്ചസാണ്. അത് വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ മൊബൈൽ യൂസും നമ്മുടെ ഉറക്കക്കുറവും കാരണം എല്ലാം നമ്മൾ IBSൻ്റെയും സ്ട്രെസ് ലെവൽസിൻ്റെ അളവൊക്കെ കൂടുതലായതുകൊണ്ട് ചിലപ്പം 98% കേസുകളിലും അതൊക്കെ നോർമലായിരിക്കും. പക്ഷേ ഒരു 2% കേസുകൾ നമ്മൾ മിസ് ചെയ്ത് പോവുമല്ലോ എന്നുള്ള ഒരു ഭയത്താൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ കൂടെ ഭയക്കാതെ ടെസ്റ്റുകൾ മറ്റേതും ആവശ്യമുള്ളത് ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിപ്പോൾ ചില ക്യാൻസറുകൾക്ക് നമുക്ക് ഏർലി സ്ക്രീനിങ്, അതായത് തുടക്ക തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ തൊട്ട് നോക്കിയാൽ കണ്ടതിനേക്കാളും മുമ്പ് മാമോഗ്രാം വഴി കണ്ടുപിടിക്കാൻ പറ്റും. 40 വയസ്സിന് ശേഷമുള്ളവർക്ക് എന്തായാലും റിസ്ക് കൂടുതലുള്ളവർക്ക്, അതായത് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റർ സിസ്റ്റം ഉണ്ട്, അതുവഴി നേരത്തെ റിസ്ക് കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടി നേരത്തെ 29 മുതൽ 30 വയസ്സ് മുതൽ ചെക്ക് ചെയ്യപ്പെടാവുന്ന സ്ക്രീനിങ് പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും 40 വയസ്സിന് ശേഷം ചെയ്യുന്ന മാമോഗ്രാമാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. 65 വയസ്സ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് 1-2 വർഷത്തിൽ വരെയൊക്കെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ അത് 1 വർഷം തന്നെ നിർബന്ധമില്ല, 2 വർഷത്തിൽ ചെയ്താലും മതിയാവും. വേറൊരു കാര്യം, പുകവലി ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ അത് പുകവലിച്ച് പോയല്ലോ എന്ന് വിചാരിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് മുതൽ നിർത്താൻ റെഡിയാണെങ്കിൽ നിർത്താതെ സ്ക്രീനിങ്ങും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ റിസ്ക് കൂട്ടുന്നേ ഉള്ളൂ. അതായത് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ടയറിൻ്റെ പഞ്ചർ അടയ്ക്കാതെ ആക്സിഡൻ്റ് ഒഴിവാക്കാൻ നോക്കുന്നതിൽ കാര്യമില്ല. പഞ്ചർ എന്തായാലും അടച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ പുകവലി നിർത്താൻ സന്നദ്ധരാണെങ്കിൽ അത് കഴിഞ്ഞ് 50 വയസ്സിന് ശേഷം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏർലി ആയിട്ടുള്ള ലങ്സിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതുവഴി നമുക്കത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാനും പറ്റും. അതേപോലെ കോളൻ ക്യാൻസർ നമ്മളിപ്പോൾ 50 വയസ്സിന് ശേഷമാണ് ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തിന് ഉള്ളിൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുക എന്ന് പറയുന്നത്. 10 വർഷത്തിലാണ് പറയാറ്. അതിപ്പോൾ 45 വയസ്സിൽ ചെയ്യുന്നതും നല്ലതാണെന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ കോളോറക്ടൽ ക്യാൻസർ, അതായത് വൻകുടലിലുള്ള ക്യാൻസറുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ കൃത്യമായി വ്യക്തമല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ സ്ട്രെസ് ലെവൽസും നമ്മുടെ ഭക്ഷണ രീതികളും തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചും ഫാമിലിയിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ വൻകുടലിലെ ക്യാൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വന്നതിനേക്കാൾ ഒരു 5 വർഷം മുമ്പെങ്കിലും കൊളോണോസ്കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 5 മുതൽ 10 വർഷം. കൊളോണോസ്കോപ്പിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ യുവാക്കളോട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യുവാക്കളോട് പറയാനുള്ളത്, വ്യായാമവും ഭക്ഷണ രീതിയും മാറ്റാതെ നമ്മൾ ഏത് രീതിയിലും, നമുക്ക് ക്യാൻസർ മാത്രമല്ല ഹാർട്ട് അറ്റാക്ക്, ഈ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മളെ ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തി വയ്ക്കാൻ പോകുന്നുണ്ട്. ഭക്ഷണം ഇപ്പം നമുക്കെല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന, എപ്പോഴും കഴിക്കാൻ പോകുമ്പോൾ ഒരു 5-6 ആൾക്കാർ പോവുക, 2 ആൾക്കാർ പോകരുത്, മിനിമം ഒരാൾ എന്തായാലും പോകരുത്. നമുക്ക് രണ്ടും കിട്ടും, കൂലിയും കിട്ടും, കുറച്ച് അമിതമായിട്ടുള്ള ഭക്ഷണ സ്വഭാവവും കുറഞ്ഞു കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫുൾ പോർഷൻ ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത്. പക്ഷേ പലപ്പോഴും നമ്മൾ എൻഡ് അപ്പ് ചെയ്യുന്നത് അതൊരാൾ മാത്രം കഴിക്കുന്ന രീതിയിലേക്കാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അതിൻ്റെയൊക്കെ കാലറി കണക്കുകളും അതിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ അത് വളരെ അധികമാണ്. അപ്പോൾ പണ്ട് നമുക്ക് സുഭിക്ഷത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം നാടൻ വിഭവങ്ങളൊക്കെ വന്നിരുന്നു. ഇന്ന് നാടൻ കുറഞ്ഞ്
അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതിന് സാധ്യതകൾ കൂടുതൽ കാണുന്നു. പ്രൊസസ്ഡ് മീറ്റുകൾ എന്തുകൊണ്ടും അതായത് പ്രൊസസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പാകപ്പെട്ടിട്ടുള്ള ഫ്രോസൺ മീറ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തപ്പെട്ട സലാമി അങ്ങനത്തെ സാധനങ്ങൾ, ഈ ഹോട്ട് ഡോഗ് അങ്ങനത്തെ ഭക്ഷണ രീതികളെല്ലാം അമിതമായി കഴിക്കുന്നത് എന്തായാലും വൻകുടലിനുള്ള ക്യാൻസറിന് റിസ്ക് കൂടുതലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഈ ഗ്യാസ്ട്രോഇസോഫേഗൽ, അതായത് ആമാശയത്തിൻ്റെ തുടക്കഭാഗത്തിലുള്ള ക്യാൻസറുകൾക്കും റിസ്ക്. അതേപോലെ പിക്കിൾസ്, അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള ഈ അച്ചാറുകൾ ഏറ്റവും കൂടുതൽ ഈ നോൺ വെജിറ്റേറിയൻ അടങ്ങുന്ന പിക്കിൾസ് നൈട്രോസമീൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് പിന്നെ അതേപോലെ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫിഷുകളും മറ്റേതൊക്കെ കഴിക്കുന്നത് അസുഖത്തിൻ്റെ ഒരു പരിധി വരെ കൂട്ടാനുള്ള റിസ്ക് ഉണ്ട്. കൂടെ നമുക്ക് റെഡ് മീറ്റ് കരിച്ച് കഴിക്കുന്നതും കാർബണിൻ്റെ ഈ കരിക്കുന്നത് അത്ര നല്ല ഒരു പ്രവണതയല്ല. ഒരു വേവിച്ച് കറക്റ്റ് പാകത്തിൽ ദഹിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുമ്പോഴാണ് നോൺ വെജിറ്റേറിയന് അതിൻ്റെ ഗുണവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപയോഗവും നടക്കുകയുള്ളൂ. പലപ്പോഴും നമുക്കത് ടേസ്റ്റ് നമുക്ക് വായിക്ക് പിടിക്കാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിലല്ല അത് കഴിക്കുന്നത്. അത് നല്ലൊരു പ്രവണതയല്ല. അത് ഒരു പരിധി വരെ നമ്മുടെ റിസ്കുകൾ വളരെയധികം കൂട്ടുന്നുണ്ട്. ഭക്ഷണം ഏതും കഴിക്കാം. ഭക്ഷണം എല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ കൂടത്തൊന്നുമില്ല. പക്ഷേ അത് സ്ഥിരമാക്കുന്നതും അതിൻ്റെ അളവ് വളരെയധികം ക്രമാതീതമായിട്ട് കൂടുന്നതും ഫൈബറുകളുടെ അളവ്, അതായത് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ, അതായത് സസ്യജാലങ്ങളിൽ നിന്നുള്ള ഫൈബർ വരുന്ന അളവ് കുറയുമ്പോഴും ഒക്കെയാണ് ക്യാൻസർ. കാരണം എന്തിനും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. ലോകത്തെ എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. നല്ലതിൻ്റെ കൂടെ ചീത്തതും. എപ്പോഴും നല്ലതും ചീത്തതും ഒരുമിച്ചാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് ചീത്തത് മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന കൂടെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മദ്യപാനവും ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളും മറ്റേതൊക്കെ ഇതിൻ്റേത്. പിന്നെ വ്യായാമക്കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം ഒരാൾ 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതില്ലെങ്കിൽ അതിനുള്ള റിസ്ക് കൂടും. അത് പല ക്യാൻസറുകൾക്ക് പല രീതിയിലാണ്. പ്രോസ്റ്റേറ്റ്, എൻഡോമെട്രിയം, അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ വ്യായാമക്കുറവ് ഒരു കാരണമാണ്. അപ്പോൾ ഒബീസിറ്റി, അതായത് വയറിന് തടി കൂടുന്നത്, പൊണ്ണത്തടിയെല്ലാം ക്യാൻസറിൻ്റെ ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്നുണ്ട്. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, അതായത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അപരനായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ക്യാൻസറിനുകൾക്കും വളരാനുള്ള സാധ്യത കൊടുക്കും. അപ്പോൾ സന്തുലിതാവസ്ഥ, അതായത് ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി. ഇപ്പം നമ്മളിപ്പോൾ തടി വെച്ചതുകൊണ്ട് ഇന്നു മുതൽ അയ്യോ ഞാൻ നാളെ റിസ്ക് ഉണ്ട് എന്നുള്ള തടി പിടിച്ചുകൊണ്ട് മാത്രം ഒരു റിസ്ക്കും കൂടാൻ പോകുന്നില്ല. പക്ഷേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും വ്യായാമവും ഒക്കെ കൊണ്ടുവരുന്നത് വഴി നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പരിധിവരെ ഏത് രോഗത്തെയും തടയുന്ന പോലെ ക്യാൻസറിനെയും തടയാൻ പറ്റും. കാരണം വെച്ചാൽ ക്യാൻസർ മാത്രമല്ല ലോകത്തുള്ളൊരു രോഗം, എല്ലാം രോഗങ്ങളാണ്. അപ്പോൾ ഇത്രയും മാറ്റുള്ളൂ. ക്യാൻസർ കുറച്ച് സമയം എടുത്തിട്ടേ മാറുള്ളൂ. മറ്റുള്ള രോഗങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന്, പക്ഷേ എന്നാലും മനസ്സിലാക്കേണ്ടത് മാറില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. മാറില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി. പക്ഷേ എല്ലാ രോഗത്തെയും പോലെ പരാജയങ്ങൾ എല്ലാ ഫീൽഡിലും നടക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കാം. പക്ഷേ ജയപരാജയങ്ങളുടെ ഒരു മൊത്തം കണക്കുകൂട്ടലാണല്ലോ ജീവിതം. ആരും ഈ ലോകത്ത് സ്ഥിരമായിട്ട് ഇല്ല. പക്ഷേ സ്ഥിരമായിട്ട് ഉള്ളത്രയും കാലം ഭയക്കാതെ എല്ലാവരുടെയും സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള കഴിവല്ല നൽകുമാറാവട്ടെ. ആമീൻ. ഡോക്ടറെ, അതേപോലെ നമ്മൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ അയാൾ സ്റ്റെൻഡിട്ട്, ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റെൻഡിട്ട് എല്ലാ സ്റ്റെൻഡിട്ട ആളുകളും പൂർണ്ണമായും മറ്റ് ഹൃദ്രോഗങ്ങളിൽ നിന്ന് മുക്തരല്ലല്ലോ. അതെ, ഏത് രോഗത്തെയും പോലെ തന്നെയാണ് അത്. പക്ഷേ നമുക്ക് ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രതീക്ഷയുടെ അളവും ഇതിനെക്കുറിച്ച് കാര്യമായി അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ രോഗങ്ങളെല്ലാം മാറുന്നതൊന്നും ആരും പറയുന്നില്ല. അത് നമുക്കൊരിക്കലും ആർക്കും ഒരു ഫോൾസ് ഹോപ്സ് ഒന്നും കൊടുക്കാനല്ല നമ്മൾ ആരും ഇരിക്കുന്നത്. പക്ഷേ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മളെല്ലാം ഓരോരുത്തരെ ഓരോ പർപ്പസിനാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ എന്തിനാണ് പ്രതീക്ഷ വെക്കുന്നതിനോട് പലരും ചോദിക്കുന്നത്. ഞാൻ പ്രതീക്ഷ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് പ്രതീക്ഷ വെക്കുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് തിരിച്ച്. അല്ല, കാരണം എൻ്റെ ജോലി അതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അയാളെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാനാണ് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ രക്ഷിക്കലായിരിക്കില്ല, ചിലപ്പോൾ അയാളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊടുക്കലായിരിക്കും. എന്നാലും ഞാനതിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ
നമ്മൾ ഒരു മുൻവിധിയോടുകൂടി ഒന്നിനെയും കാണാമല്ല. അങ്ങനെ പലപ്പോഴും പലരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ഇപ്പം ഈ ലോകത്തൊന്നും ഉണ്ടാവില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരു ഹോപ്പും ഇല്ലയെന്ന് പലരും ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ ആ ഹോപ്പും ഇല്ലയെന്ന് ആരും പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പം അത് ആ രീതിയിലല്ല. നമ്മൾ ആ ആൾക്ക് ഈ സമയത്ത് അയാൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു നാളെ നമ്മൾ തന്നെ ഉണ്ടാവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇല്ല. പക്ഷേ അയാളെ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ടിച്ചോ നാളെ ബുദ്ധിമുട്ടിച്ചോ ഈ ചോദ്യം അത് ലോങ്ങർ ഗുഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്തത്, ഇത്രേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിചാരിക്കും അയ്യോ ഇയാൾ എന്തിനിപ്പോൾ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അവർക്കത് മനസ്സിലാവും അതായിരുന്നു അന്നത്തെ ശരി. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും തോണിയിൽ, ബാക്കി എല്ലാവരും പുറത്തായിരിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് അവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ ഉല്ലാസയാത്ര തന്നെ അതാക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു രോഗി ഡോക്ടർ ക്യാബിനിൽ ഒരു 5-10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് അയാൾ ഒറ്റക്കാണ്. അപ്പോൾ ഈ ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷകളും ഒരുപാട് ആശ്വസിപ്പിക്കലാണ് രോഗിക്കുടനീളം. പല രോഗികളെ കാണുമ്പോഴേ അവരിങ്ങനെ പറയും ഡോക്ടർ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അടുത്ത ഡോക്ടറെ കാണുന്ന ദിവസം വരെ ആ ഒരു എനർജിയിലാണ്. സത്യമാണ്. അതിലുള്ള എനർജി നമ്മൾ അവരെ പാക്ക് ചെയ്ത് വിടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തന്നെയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത്. കറക്റ്റ്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകളും ചിലപ്പോൾ നമ്മളെ ശുശ്രൂഷയെ ബാധിക്കാം. പക്ഷേ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം നമ്മളെക്കാളും വലിയൊരു പ്രശ്നത്തിലുള്ള ആളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പ്രശ്നത്തെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അവരെ തഴയാൻ പാടില്ല. കാരണം വെച്ചാൽ അവരത്രയും പ്രശ്നത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ നമുക്ക് ലീവുകളോ മറ്റേതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അപ്പോൾ ഡോക്ടർമാരുടെ ജീവിതം അത്ര സുഖകരമല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അവസാനം തോന്നുമ്പോഴേ അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഡോക്ടറുടെ ബാക്കിയുള്ള ലൈഫിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഡോക്ടർ, നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിന്നെ അത് ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇപ്പം നേരത്തെ തിരിച്ചറിഞ്ഞാൽ പലതും അറിയാം. സ്ക്രീനിങ് പ്രോഗ്രാം ഇപ്പോഴും ഒരു നേരത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ഓവറോൾ ലൈഫ് സ്പാനിനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യും. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും അതൊരു സ്ലോലി ഗ്രോയിങ് ട്യൂമറാണ്. വളരെ റെയറായിട്ട് മാത്രമേ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു ട്യൂമറായി. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറച്ചും കൂടിയും അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ ചെറുപ്പത്തിൽ വരുമ്പോൾ അത് നമ്മൾ ജനിതകമായിട്ടുള്ള കാരണമാണ്. നമ്മൾ ഫാമിലിയിൽ ഉണ്ടായതാണോ, അത് ചില ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻ വരുന്നത് വഴി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റിസ്ക് കൂടാം. ഇപ്പോൾ ഫാമിലിയിൽ കുറേ ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ബ്രാക്ക ജീൻ മ്യൂട്ടേഷൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വഴി വെച്ചേക്കാം. അങ്ങനെയുള്ളവർ യൂഷ്വലി ഹൈ ഗ്രേഡ് ക്യാൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ഒരു 50 വയസ്സിന് താഴെയുള്ളവർക്ക് വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് പിടിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻസറുകളുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നോക്കുകയും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ എലിവേഷൻ എത്രത്തോളം സീക്വൻസിങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് വളരെ ഏർലി തന്നെ കണ്ടുപിടിക്കാനും MRI സ്കാൻ പോലുള്ള സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഏർലി 1 സെൻറ്റിമീറ്റർ താഴെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കണ്ടുപിടിച്ച് സർജറി പോലെയോ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ മരുന്നുകൾ വെച്ച് നമുക്കതിനെ പൂർണ്ണമായും ക്യൂർ ചെയ്ത് പോകാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പം പേടിയല്ല വേണ്ടത്, നേരത്തെ തിരിച്ചറിയാനുള്ളൊരു മനസ്സും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സംശയം പറയേണ്ട ആളുകളടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞതിന് ഉടനീളം എനിക്ക് മനസ്സിലായത്. ശരിയാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഡോക്ടർക്കും തന്നെ ഇതുവരെ ഒരു ക്യാബിനിലിരുന്ന് പേഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊപ്പം ഒരുപാട് നമ്മൾ ചർച്ചയിലുടനീളം ഒരു അക്കാഡമിക് ലെവലിലല്ല കാര്യങ്ങൾ സംസാരിച്ച്, മറിച്ച് കുറേ പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ കുറേ ആശ്വസിപ്പിക്കലും അതുപോലെ തന്നെ ആശങ്കകളകറ്റുക, തെറ്റിദ്ധാരണകളകറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു 2 എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നാൻ സംസാരിക്കാൻ അങ്ങനെയുള്ള കാരണം
ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ അക്കാഡമിക് ലെവലിലുള്ളത് പല രീതിയിലും കിട്ടും. അതെ, യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും. അതെ. പലതും നമുക്ക് അറിയുന്നതാണ്, പക്ഷെ എന്നാൽ കൂടെ നമ്മളത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഓർക്കുന്നില്ല. ഈ ജീവിതശൈലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ മോശമാണ്, പക്ഷെ എന്നാലും അടുത്ത ബോർഡ് കാണുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ മെല്ലെ. അപ്പോൾ അത് എന്താ പ്രശ്നം? പിന്നെ ലൈഫിലെ സ്ട്രെസ്സാണ് ഇതിനൊക്കെ കാരണം. സമയക്കുറവ്, സന്തോഷം എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഇപ്പം ഞാനടക്കം കഴിക്കലാണ്, ഭക്ഷണം കഴിക്കലാണ്. കാരണം വെച്ചാൽ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷം, എക്സസൈസ് ചെയ്യുമ്പോഴേ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇത് ഒരു ചെന്നിരുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആവും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്കാണ് എല്ലാവരുടെയും ശ്രമം. അപ്പോൾ അത് വേറെ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് നേടുന്നതാണ് നല്ലത്. കൂടെ തന്നെ ഭക്ഷണം കഴിക്കരുതെന്നല്ല, കഴിക്കണം, എല്ലാവരും ഒരുമിച്ച് പോയി കഴിക്കണം, ഒരാൾ മാത്രമായിട്ട് കഴിക്കരുത്. നല്ലൊരു മെസ്സേജ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും കുറയും, ബാക്കിയുള്ളവരുടെ സന്തോഷവും കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യാനുള്ളൊരു വഴിയും കൂടി കാണണം. അത് കഴിക്കുന്നത് തെറ്റല്ല, കാരണം ഓൾ ടുഗദർ ലൈഫ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും. അപ്പോൾ തെറ്റായ കാര്യങ്ങളല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമല്ല, പക്ഷേ ഹാപ്പിനെസ് ആവാൻ വേണ്ടി എന്നും രാത്രി ഇത് പോയി കഴിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി. ഇപ്പം വീണ്ടും നമ്മളെ ടർഫ് ഗ്രൗണ്ടുകളൊക്കെ കാലിയായി തുടങ്ങി, നമുക്ക് വ്യായാമങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഒരു പരിധിവരെ നമ്മുടെ ഇൻഫെക്ഷനും മറ്റേതൊക്കെ കാരണങ്ങളായിരുന്നു. കോവിഡൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് ഉൾവലിഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ വ്യായാമത്തിന് കൂടുതൽ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം അത്യാവശ്യമൊക്കെ കഴിക്കാം. കഴിക്കാതെ പണിയാണ്, പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പരിധി വിട്ട് നമ്മൾ മുമ്പൊന്നും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കില്ല. അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം പെരിന്തൽമണ്ണ ആർഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. ജസാക്കല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.